ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഫാറ്റ് കുറയ്ക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് വർക്കൗട്ടുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ്, വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ്. അപ്പം മിക്കവാറും ആൾക്കാരുടെയൊക്കെ ഒരു പ്രശ്നമാണ് ഈ നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ ഒരു ഫാറ്റ് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ തൂങ്ങിക്കിടക്കുന്നൊരവസ്ഥ. വളരെ വൃത്തികെട്ട ഒരവസ്ഥയാണ്. കാരണം നമുക്കൊരു ടീഷർട്ട് പോലും ഇടാൻ പറ്റത്തില്ല. ടീഷർട്ടൊക്കെ ഇട്ടുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ആൾക്കാർ കളിയാക്കും. കാരണം അത്രത്തോളം ഫാറ്റായിരിക്കും നമ്മുടെ ചെസ്റ്റിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതുവഴി പല പരിഹാസങ്ങൾക്ക് പോലും നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ നമ്മളെ ഒരു പരിഹസിക്കുന്നൊരവസ്ഥ പോലും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റുന്ന കേസുകളേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകണമെന്നില്ല, നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ്ങുകൾ ചെയ്യണമെന്നില്ല. അല്ലാതെ തന്നെ മാറ്റിയെടുക്കാവുന്ന കേസുകളാണ് നമ്മുടെ ചെസ്റ്റിൻ്റെ ഫാറ്റ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ നമുക്ക് ഗൈനക്കോമാസ്റ്റിയ എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു സർജറി കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. അതല്ല ഫാറ്റാണ് പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കാവുന്ന കേസുകളേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ പല സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന കുട്ടികളവരെ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളവരെ കണ്ടിട്ടുണ്ട്. കാരണം ഈ ഫാറ്റ് വല്ലാതെ ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയാണത്. അപ്പം അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഒട്ടും വിഷമിക്കേണ്ട, ഈ വർക്കൗട്ട് നിങ്ങൾ ഫോളോ ചെയ്യൂ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത് 1 2 അല്ല ഒരാഴ്ച കൊണ്ടോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റില്ല. നമ്മൾ ഏകദേശം 1-1.5 മാസത്തോളം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടെടുക്കും. നിങ്ങളുടെ ചെസ്റ്റ് നല്ല ഷേപ്പിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വർക്കൗട്ട് ആരംഭിക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നിൽക്കുക. ഓക്കെ, ചെസ്റ്റൊക്കെ അപ്പ് ചെയ്ത് നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നിൽക്കുക. അതിനുശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും ഇങ്ങനെ മുമ്പിലോട്ട് ഇങ്ങനെ നിവർത്തി പിടിക്കുക. ബെൻഡ് ചെയ്തല്ല, നിവർത്തി പിടിക്കുക. അതിനുശേഷം ബാക്കിലോട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. ഓക്കെ, ഇത് സാവധാനത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്, ഒരുപാട് ഫാസ്റ്റായിട്ടല്ല ചെയ്യേണ്ടത്. അതിന് തന്നെ കൈ ഒരിക്കലും മടങ്ങാൻ പാടില്ല. നല്ല കൈയുടെ എൽബോ ഒക്കെ എന്ന് പറയുന്നത് നല്ല സ്ട്രൈറ്റ് ആയിരിക്കണം, നിവർന്ന് തന്നെ ആയിരിക്കണം. മാക്സിമം ഫ്രണ്ടിലോട്ട് വരുമ്പോൾ സ്ക്വീസ് ചെയ്യുക. ഓക്കെ, മാക്സിമം ഫോഴ്സിൽ സ്ക്വീസ് ചെയ്ത് നിങ്ങളുടെ ചെസ്റ്റിലോട്ട് ഫുള്ള് ഫോക്കസ് കൊടുക്കുക. ചെസ്റ്റിൻ്റെ മസിലിലോട്ട് ഫുള്ള് ഫോക്കസ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സ്ട്രെച്ച് ആൻഡ് സ്ക്വീസ്. ഓക്കെ, നിങ്ങളുടെ ചെസ്റ്റ് മസിൽ നല്ല രീതിയിൽ സ്ക്വീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട്. അടുത്ത സെക്കൻഡ് വർക്കൗട്ട്, അത് നിങ്ങൾ 15 റബ്സ് ചെയ്യണം. 15 റബ്സ് തൊട്ട് 15 അല്ലെന്നുണ്ടെങ്കിൽ 20 റബ്സ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ വർക്കൗട്ട് ഇതാണ്. കൈകൾ മേളിലോട്ട് ഇങ്ങനെ ഉയർത്തുക. അതും കൈകൾ നേരെ തന്നെ ആയിരിക്കണം ഉയരേണ്ടത്. ഓക്കെ, അതിനുശേഷം ബാക്കിലോട്ട് കൊണ്ടുവന്ന് കൈകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഇങ്ങനെയാണ്, നോക്കിക്കോളൂ. ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് വരിക. കൈ മാക്സിമം സ്ട്രൈറ്റായിട്ട് തന്നെ വന്ന് സ്ക്വീസ് ചെയ്ത് മുട്ടിക്കുക. 1 2. ഓക്കെ, മാക്സിമം സ്ക്വീസ് ചെയ്യുക. സ്ക്വീസ്. ഇത് നിങ്ങളുടെ ചെസ്റ്റ് മസിലിലെ ഫാറ്റ് കുറയ്ക്കാൻ വളരെ ഉപകാരപ്പെടുന്ന വർക്കൗട്ടാണ്. ഇത് നിങ്ങൾ 15 തൊട്ട് 20 റബ്സ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വർക്കൗട്ട്. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് 1 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചെസ്റ്റിൻ്റെ ഫാറ്റ് കുറച്ച് ഒരു ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. അടുത്ത നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ട്. ഇങ്ങനെ നിങ്ങളുടെ കൈകൾ മടക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളുടെ എൽബോകൾ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. മാക്സിമം സ്ക്വീസ് ചെയ്ത എൽബോകൾ തമ്മിൽ കണ്ടില്ലേ, കൈയുടെ മുട്ടുകൾ തമ്മിൽ കൂട്ടി മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക. അതിനെ തന്നെ കൈകൾ മടങ്ങാതെ ബാക്കിലോട്ട് ഇതേ ഒരു പൊസിഷനിൽ പോവുക. ഫ്രണ്ടിലോട്ട് ഫ്രണ്ട് മുട്ടിക്കുക, ബാക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. നല്ല വർക്കൗട്ടാണ് ചെസ്റ്റിനായിട്ട്. ഓക്കെ, ഇത് നിങ്ങൾ 15 തൊട്ട് 20 റബ്സാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം നിങ്ങൾ വളരെ സാവധാനത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഒരുപാട് ഫാസ്റ്റായിട്ട് ചെയ്യരുത്. മാക്സിമം ചെയ്യുന്ന ആ ഒരു മസിലിലോട്ട് മാക്സിമം കോൺസെൻട്രേഷൻ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആ മസിൽ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിട്ട് നമ്മൾ കാണുക. ഓക്കെ, അപ്പം ഇതായിരുന്നു നമ്മുടെ മൂന്നാമത്തെ വർക്കൗട്ട്. ഓക്കെ, ഇത് നിങ്ങൾ 15 തൊട്ട് 20 റബ്സ് വരെ ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ഫോർത്ത് വർക്കൗട്ടിലോട്ട് പോകും. ഫോർത്ത് വർക്കൗട്ട് സ്ട്രൈറ്റായിട്ട് നിൽക്കുക. ക്രോസിലാണ് നമ്മൾ കൈകൾ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കൈകൾ ഒരിക്കലും ബെൻഡ് ആവരുത്. സ്ട്രൈറ്റായിട്ട് തന്നെ വന്ന് ഇങ്ങനെ ക്രോസ് ആയിരിക്കണം കൈകൾ. 1 2 3. ഒരു വട്ടം ഒരു ക്രോസ് ചെയ്യുന്ന സമയത്ത് അടുത്ത നമ്മുടെ കൈകൾ വരുമ്പോൾ തിരിച്ചായിരിക്കണം ക്രോസ് ആവുന്നത്. ഓക്കെ,
മാറിയും തിരിഞ്ഞും അങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് വർക്കൗട്ട്. നല്ല വർക്കൗട്ടാണ്. ചെസ്റ്റിൻ്റെ ഫാറ്റ് പെട്ടെന്ന് തന്നെ കുറച്ചെടുക്കാൻ പറ്റും. സ്ട്രെച്ച്. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ വർക്കൗട്ട്. സിമ്പിളായിട്ടുള്ള വർക്കൗട്ടുകളാണ്. ആർക്കും ആണെങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടുകളാണ്. കുട്ടികൾക്കും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. സ്റ്റുഡൻസിനും വീട്ടിൽ ചെയ്യാവുന്ന വർക്കൗട്ടാണ്. നിങ്ങൾക്ക് ചെസ്റ്റിൻ്റെ ഫാറ്റ് ഒരു വലിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വർക്കൗട്ടുകൾ നിങ്ങൾ ഫോളോ ചെയ്യും. അടുത്ത വർക്കൗട്ട് ഇങ്ങനെ ചെയ്യുക. കൈ കളിക്കണമെങ്കിൽ 1 2 3 4 5 6 7 8 9 10. നിങ്ങൾ കൈയുടെ നമ്മുടെ പത്തികൾ തമ്മിലിങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ എൽബോ ഭാഗമായിരിക്കണം ഇങ്ങനെ അടുപ്പിക്കേണ്ടത്. ഓക്കെ, എൽബോ ഭാഗം മാക്സിമം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. മേളിലോട്ട് കൊണ്ടുപോവുക, എൽബോ കൂട്ടിമുട്ടിക്കുക. താപ്പോട്ട് കൊണ്ടുവരിക, വീണ്ടും എൽബോ തമ്മിൽ കൂട്ടിമുട്ടിക്കുക. ഓക്കെ, നല്ല വർക്കൗട്ടാണ് ചെസ്റ്റിൻ്റെ മസിലിന്. ഇതും നിങ്ങൾ 15 തൊട്ട് 20 റെപ്സ് ചെയ്യുക. അപ്പം നിങ്ങൾ ഓരോ ദിവസം ചെയ്യും തോറും നിങ്ങൾ ഇതിൻ്റെ റെപ്സുകൾ കൂട്ടിക്കൊണ്ടേയിരിക്കുക. ഓക്കെ, ഇന്ന് നിങ്ങൾ 15 ചെയ്യുന്നതെങ്കിൽ നാളെ നിങ്ങൾ 20 ആക്കുക. മറ്റന്നാൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് 25 കൊണ്ടുപോവുക, 30 കൊണ്ടുപോവുക, 40 കൊണ്ടുപോവുക. അങ്ങനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത വർക്കൗട്ട്, നിങ്ങൾ സ്ട്രൈറ്റായിട്ട് നിൽക്കുക, അപ്പ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബോക്സ് ഈ കരാട്ടയിലൊക്കെ ചെയ്യുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങൾ എൽബോ നിങ്ങളുടെ നിങ്ങളുടെ കാൽമുട്ട് ഒരല്പം മടക്കി ബെൻഡ് ചെയ്ത് നിങ്ങൾ നിന്നതിന് ശേഷം നിങ്ങളുടെ കൈകൾ ഇതാണ് ഇങ്ങനെ മുട്ടി ചുരുട്ടിയിട്ട് മാക്സിമം നല്ല ഫോഴ്സിൽ നമ്മുടെ ചെസ്റ്റ് മാക്സിമം ആക്ടിവേഷൻ ആവുന്ന രീതിയിൽ നിങ്ങൾ കൈകൾ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരിക. ബാക്കിലോട്ട് സ്ട്രെച്ച് സ്ക്വീസ് ചെയ്യുക. ഫ്രണ്ടിലോട്ട് ബാക്ക്, ഫ്രണ്ട് ബാക്ക്. ഇതും നിങ്ങളുടെ ഈ അപ്പർ ചെസ്റ്റ് ഭാഗത്തെ ഒരു ഫാറ്റൊക്കെ കുറയാനായിട്ട് വളരെ നല്ല വർക്കൗട്ടാണ്. അപ്പം ഈ വർക്കൗട്ടാണ് നിങ്ങൾ അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഇതും നിങ്ങൾ 15 തൊട്ട് 20 റെപ്സ് ചെയ്യുക. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഓരോ ദിവസം കഴിയുന്നതും റെപ്സ് കൂട്ടിക്കൊണ്ടേയിരിക്കുക. കറക്റ്റ് പൊസിഷനിൽ വർക്കൗട്ടുകൾ ചെയ്യുക. ഓക്കെ, അടുത്ത വർക്കൗട്ട് ഇതാണ്. കണ്ടില്ലേ, നിങ്ങളുടെ കൈകൾ മാക്സിമം നിങ്ങളുടെ ഷോൾഡറിലോട്ട്, കണ്ടില്ലേ, നിങ്ങളുടെ ഷോൾഡറിൻ്റെ മുകളിലോട്ട് പോവുക. ഒരു കൈ ഷോൾഡറിൻ്റെ മുകളിലോട്ട് പോവുക, മറ്റേ കൈ, കണ്ടില്ലേ, ഇതാണ് വർക്കൗട്ട്. ഇതും നിങ്ങളുടെ ചെസ്റ്റിന് നല്ല രീതിയിൽ ആക്ടിവേഷൻ ഉണ്ടാകുന്ന, ചെസ്റ്റിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ വളരെയേറെ ഉപകാരപ്പെടുന്ന വർക്കൗട്ടാണ്. ഈ വർക്കൗട്ടുകളെല്ലാം തന്നെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചെസ്റ്റിലോട്ട് മാത്രം നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കുക. ആ ചെസ്റ്റ് മസിൽ ആക്ടിവേഷൻ ആവണം. നമ്മുടെ ഓരോ ആ ഒരു മൂവ്മെൻറ്റ്സിലും നമ്മുടെ ചെസ്റ്റിലെ മസിൽസ് നല്ല രീതിയിൽ ആ ഫാറ്റ് ബേൺ ആവണം. അതേ കണക്ക് വേണം നമ്മൾ ഈ വർക്കൗട്ടുകളിൽ എല്ലാം ചെയ്യാനായിട്ട്. ഓക്കെ, നല്ല ഒരു പിടുത്തവും വേദനയും ആയിരിക്കും നമുക്ക് ഈ വർക്കൗട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതിനർത്ഥം നിങ്ങൾ ചെയ്യുന്ന വർക്കൗട്ട് കൃത്യമാണ്, നിങ്ങളുടെ ചെസ്റ്റിൻ്റെ മസിൽസ് നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലാതെ വേദന എടുക്കുന്നു എന്ന് കരുതിയിട്ട് നിങ്ങൾ നിർത്തരുത്. അപ്പം നമ്മുടെ ഫൈനൽ വർക്കൗട്ടാണിത്. ഇത് നിങ്ങളൊരു ഭിത്തിയിൽ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ കുത്തുക. അതിനുശേഷം നിങ്ങളുടെ മറ്റേ കൈ നിങ്ങളുടെ ഇളിഭാഗത്തായിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം 1 2 3. ഓക്കെ, ഇതും നിങ്ങളുടെ ചെസ്റ്റിന് നല്ല ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ ഇത് 15 റെപ്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്ത ഭാഗത്തായിട്ട് 15 റെപ്സ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു, നിങ്ങൾ ഈ വർക്കൗട്ട് ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ റെപ്സൊക്കെ കൂട്ടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ചെസ്റ്റിലെ ഫാറ്റ് നല്ല രീതിയിൽ ബേണായിട്ട് നിങ്ങളുടെ ചെസ്റ്റ് നല്ല ഒരു ഷേപ്പിലോട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഗ്യാരൻ്റിയാണ് ഈ പറഞ്ഞത്. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ വർക്കൗട്ട്. അപ്പോൾ നിങ്ങളിത് ഫോളോ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതിനൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മൾ നിർത്തുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.